എല്ലാവർക്കും നമസ്കാരം. അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് നാളെയല്ലേ നമ്മൾ കണ്ടിട്ട്. വേറൊന്നല്ല, വരാൻ വൈകിയത് വേറെ ഒന്നല്ല കേട്ടോ. നിങ്ങൾക്ക് അറിയാലോ, ഞങ്ങൾക്ക് അടുത്ത മാസമാണ് ഡ്യൂ ഡേറ്റ്. മാത്രമല്ല നമ്മുടെ കാറും ഇല്ല. കാർ ഇതുവരെ കിട്ടിയിട്ടില്ല, കുറച്ച് നാളായി. ഇപ്പൊ ഒരു മാസമായി. ഇൻഷുറൻസുകാര് സോർട്ട് ഔട്ട് ചെയ്ത് തന്നിട്ടില്ല. വർക്ക്ഷോപ്പിലാണ്, എന്നാലും കാർ ഏകദേശം കഴിയാറായി. അപ്പൊ നിങ്ങൾക്ക് എൻ്റെ ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ ഞാനിപ്പോൾ എവിടെ നിൽക്കുന്നതെന്ന് കാണുമ്പോൾ തന്നെ അറിയാം. അതായത് ബീച്ചിന്റെ സൈഡിലാണ് നിൽക്കുന്നത്. എന്തിനാണ് വന്നാക്കുന്നതെന്ന് ആർക്കെങ്കിലും ഊഹിക്കാൻ പറ്റുമോ? ഊഹിക്കാനാണെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്തോ. എന്തായാലും ഞാനിപ്പോൾ പറയും. എന്തായാലും വേറൊന്നല്ല, നമ്മുടെ മെറ്റേണിറ്റി ഫോട്ടോഷൂട്ടിന് വേണ്ടി മെറ്റേണിറ്റി ഫോട്ടോഷൂട്ടാണ് ഇന്ന്. അപ്പം അടുത്ത മാസം നമുക്ക് ഇനി ഒരു 24 ദിവസം ആള് വരാൻ വേണ്ടിട്ടാ. അപ്പൊ ദേ ഇവിടെ മീനു ഉണ്ട്. വാമിക്കുട്ടിയാണെങ്കിൽ ഉറങ്ങുക കേട്ടോ. ഞങ്ങൾക്ക് ഇനിയൊരു ഞങ്ങൾക്ക് ഇനി ഒരു അരമണിക്കൂർ കൂടി ഉണ്ട് നമ്മുടെ ഫോട്ടോഗ്രാഫർ വരാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾക്ക് ഇന്ന് നമ്മൾ സെലക്ട് ചെയ്താക്കുന്ന ലൊക്കേഷൻ നോക്കി, വാമിയുടെ ഫോട്ടോസ്, അതായത് മെറ്റേണിറ്റി ഫോട്ടോഷൂട്ട് ഞങ്ങൾ നടത്തിയത് ഒരു പാർക്ക് ബേസ്, അതായത് ഒരു ഫോറസ്റ്റിക്ക് ടച്ചിലാണെങ്കിൽ നമ്മൾ ഈ പ്രാവശ്യം സെലക്ട് ചെയ്താക്കുന്നത് ഒരു ബീച്ച് സൈഡാണ്. അപ്പോൾ ഇവിടെ സൺസെറ്റിൻ്റെ സമയത്ത്, അതായത് നമ്മുടെ ഗോൾഡൻ അവേഴ്സ് ആ ടൈമിലാണ് നമ്മൾ എടുക്കാമെന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതായത് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം നമ്മുടെ ടേബിൾ മൗണ്ടെയിൻ ആട്ടോ. അത് ആ കാണുന്നില്ലേ ടേബിൾ മൗണ്ടെയിൻ, ഇത് ചേർന്ന് കിടക്കുന്നത്. ഇത് നമ്മുടെ അറ്റ്ലാന്റിക് ഓഷനും. പിന്നെ അതേ ഇതിൽ കൂടെ ഒന്ന് കയറി കഴിയുമ്പം ഞാൻ കാണിച്ചു തരാവേ. ആഹാ, നല്ല വെളുത്ത മണല്, അടിപൊളി മണലല്ലേ. അപ്പൊ ഇതാരാണെന്നാണ് റോബിൻ ഐലൻഡ്. റോബിൻ ഐലൻഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നെൽസൺ മണ്ടേലനെ കുറെ വർഷത്തോളം ജയിലിൽ അടച്ച സ്ഥലമാണ്. അപ്പൊ ഇവിടെ പണ്ട് ബ്രിട്ടീഷുകാരുണ്ടായിരുന്ന ആ ഒരു ജയില് ഇപ്പൊ മ്യൂസിയം ആയിട്ടാണ് അവര് കൊണ്ട് നടക്കുന്നത് കേട്ടോ. ഞാൻ ഇതിനു മുമ്പ് കാണിച്ചു തന്നിട്ടുണ്ട് നിങ്ങളെ നമ്മുടെ സിഗ്നൽ ഹില്ലിന്റെ മുകളിൽ വന്നപ്പം. ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം ലയൺസ് ഗേറ്റും സിഗ്നൽ ഹില്ലും. അത് മാത്രമല്ല അതേ ടേബിൾ മൗണ്ടെയിൻ. ഇത് കണ്ടോ, ഈ ഒരു ആ ഒരു ഏരിയയിലാണ് ടേബിൾ വ്യൂ വരുന്നത്. അപ്പൊ ടേബിൾ വ്യൂവിൽ നിന്ന് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും നമ്മുടെ ടേബിൾ കിടക്കുന്ന പോലെ ടേബിൾ മൗണ്ടെയിൻ കണ്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ മെറ്റേണിറ്റി ഫോട്ടോഷൂട്ടിന്റെ ഒരു ലൊക്കേഷൻ. നല്ല അടിപൊളി ലൊക്കേഷൻ അല്ലേ. ഇത് ഇവിടെ കുറേ പാറക്കല്ലുകൾ, അതിൻ്റെ ഇടയിൽ കൂടെ തിരമാല വരുന്നു. ഇവിടെ സൂര്യൻ അസ്തമിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം ആ ഗോൾഡൻ അവേഴ്സിൽ നിന്നിട്ടാണ് നമ്മളുടെ ഇന്നത്തെ മെറ്റേണിറ്റി ഫോട്ടോഷൂട്ട്. അതെ ഗൈസ്, ഞാനേ രഞ്ജിത്തേൻ്റെ വണ്ടിയാട്ടോ യൂസ് ചെയ്യുന്നത്. രഞ്ജിത്തേട്ടൻ വണ്ടി എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. നമ്മളുടെ വണ്ടി കംപ്ലൈൻ്റ് ആയപ്പം രഞ്ജിത്തേട്ടൻ്റെ വണ്ടിയിൽ മീനും വാമി ഇരിക്കുന്നുണ്ട്. വാമിയാണെങ്കിൽ ഉച്ചയ്ക്ക് ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വരുന്ന വഴി നല്ല ഉറക്കമായി. ഞാൻ എൻ്റെ ഫോട്ടോഗ്രാഫറിനെ വിളിച്ചില്ല. എനിക്ക് തോന്നുന്ന പുള്ളിക്കാരി ഇവിടെ എത്തി കാണും മിക്കതും. പക്ഷെ ഒരു 10 മിനിറ്റും കൂടി വാമി കിടന്നുറങ്ങിക്കോട്ടെ എന്ന് വെച്ചിട്ടാട്ടോ ഞാൻ വിളിക്കാതിരുന്നത്. പിന്നെ നമ്മൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി നമ്മളുടെ കുറച്ച് സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതൊക്കെ പുള്ളിക്കാരി അലോ ചെയ്യുമെന്ന് അറിയത്തില്ല. എന്തായാലും ഇത് കണ്ടോ, ഞങ്ങളൊരു ചെറിയൊരു സാധനമൊക്കെ എഴുതി കൊണ്ടുവന്നിട്ടുണ്ട്. യു ആർ ഓൺ യുവർ വേ, വി കാൻറ്റ് വെയിറ്റ് ടു സ്നഗിൾ പ്ലേ ആൻഡ് ലവ് യു ബേബി. പിന്നെ വാവയുടെ പേരാണ്. ആർക്കെങ്കിലും ഊഹിക്കാമെങ്കിൽ നിങ്ങൾ ഊഹിച്ചോ, എന്നിട്ട് കമൻ്റായിട്ട് രേഖപ്പെടുത്തിക്കോ. ഇത് കണ്ടോ, ഒരു 4 അക്ഷരമാണുള്ളത്. ഈ 2 ഡോട്ട് വരുന്ന അവിടുത്തെ ഒരു സ്പെല്ലിംഗ് കൂടി വരും. അപ്പോൾ ആ സ്പെല്ലിംഗ് നിങ്ങൾ ഊഹിച്ച് കമൻറ്റ് ചെയ്തോ. കമൻറ്റ് ചെയ്യുന്നവർക്ക് സമ്മാനം ഉണ്ടോയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സമ്മാനമൊന്നുമില്ല. ഇത് നമ്മുടെ ബേബിയുടെ ഒരു ഉടുപ്പാണ്, ഫസ്റ്റ് ഉടുപ്പ് ന്യൂ ബോണിൻ്റെ. പിന്നെ ഒരു ചെറിയൊരു ചെരുപ്പും മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് മാമിയുടെ ഡ്രസ് ചേഞ്ചിങ്ങിന് വേണ്ടി മേടിച്ച ഒരു ഡ്രസ്സാണ്. പക്ഷേ ഈ ഡ്രസ്സല്ല ഇട്ടത്, ഇത്രയും കൂടി ഒരു മോഡേൺ ടൈപ്പിൽ ആയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനത്തെ ഒരു ഇത് ഇട്ടത്. ഇനി എന്തായാലും നമുക്കൊന്ന് ഫോട്ടോഗ്രാഫർ വിളിക്കാം. ഇതൊരു നല്ല അടിപൊളി ഒരു ബീച്ചാണ്. ഇത് നോക്കിയാൽ നിങ്ങൾ നല്ല പച്ചപ്പില്ലേ അതിൻ്റെ ഇടയിൽ കൂടെ. അതാണ് മെയിൻ റോഡ് പോകുന്നത് കേട്ടോ. അപ്പം ഇവിടെ വീക്കെൻഡൊക്കെ ആകുമ്പോൾ ഫുഡ് ട്രക്കുകളും അതേപോലെ സാധനങ്ങളൊക്കെ വരും. നമുക്ക് വീക്കെൻഡൊക്കെ ടൈം പോകാം, സൺസെറ്റൊക്കെ കാണാം. കപ്പിൾസ് ആയിട്ട് അല്ലെങ്കിൽ ഫാമിലി ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ പിള്ളേർക്ക് കളിക്കുകയും ചെയ്യാം. അങ്ങോട്ട് മാറി കഴിഞ്ഞാൽ ഇവിടെയാണ് പാർക്കലുകളുള്ളൂ. ആ ടേബിൾ വ്യൂ അല്ലെങ്കിൽ ഗ്ലോബർഗ് ആ സൈഡിലൊന്നും പാർക്കലുകൾ അധികം ഇല്ലാത്ത സ്ഥലങ്ങളുണ്ട് കേട്ടോ. അപ്പം അവിടെയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഫാമിലിയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ കളിക്കുകയും ചെയ്യാം. അപ്പം കോസ്റ്റ്യൂം, ഞങ്ങളുടെ ഫോട്ടോഷൂട്ടിന്റെ കോസ്റ്റ്യൂമൊന്നും ഞാനിപ്പോൾ കാണിക്കുന്നില്ല. കാരണം ഫോട്ടോ എടുക്കുമ്പോൾ നമുക്ക് അതിൽ വരാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഒരു ത്രില്ല് പോകില്ലേ. എന്തായാലും ഞങ്ങൾ ഇട്ടകുന്ന കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശമൊക്കെ അറിയാൻ പറ്റുമായിരിക്കും അല്ല മീനു? മീനു മുടിയൊക്കെ സ്ട്രൈറ്റ് ചെയ്തിട്ടുണ്ടല്ലോ.
മാമി മുടി സ്ട്രെയിറ്റ് ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ, ഞാൻ ചെയ്തിട്ടൊന്നുമില്ല. ഞാൻ ഷേവൊക്കെ ചെയ്ത് നല്ല സെറ്റാക്കിയിട്ടുണ്ട്. ഇന്നത്തെ കോസ്റ്റ്യൂം എൻ്റെ ഇതാണ്, യെല്ലോ കളറാണ് ഞാൻ സെലക്ട് ചെയ്താക്കുന്നത്. മീനു സെലക്ട് ചെയ്താക്കുന്നത് റെഡ് അല്ലടി, മെറൂൺ. മാമിയുടെ പിങ്കും ആണ് ഇന്നത്തെ സെലക്ഷൻ കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഒന്ന് വിളിച്ചു നോക്കട്ടെ, ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഒന്ന് വിളിച്ചു നോക്കണം. അത് കഴിഞ്ഞിട്ട് ഞാൻ കാണിക്കുന്നത് ജസ്റ്റ് ഓടിച്ചിട്ട് കാണിക്കത്തുള്ളൂ, എന്നാലല്ലേ ഫോട്ടോ വരുമ്പോൾ ഒരു ലുക്ക് കിട്ടത്തുള്ളൂ. പിന്നെ പുള്ളിക്കാരി സമ്മതിക്കുമെന്ന് അറിയില്ല, നമ്മൾ ആ ഫോട്ടോ എടുക്കുന്ന സമയത്ത് വീഡിയോയും കൂടി എടുത്തിട്ട് അത് മൊത്തത്തിലൊരു ഡിസ്റ്റർബ് ആകും. പിന്നെ മാമീനെ അറിയാലോ നിങ്ങൾ, മാമി അലമ്പൊക്കെ കാണിച്ചാലോ. എന്തായാലും നമുക്ക് വഴിയെ കാണാം. അപ്പോൾ ഇതാട്ടോ പുള്ളിക്കാരി നമ്മുടെ ഫോട്ടോ എടുക്കുന്നത്. അവളവിടെ നിൽക്കുവാണ്, ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞാനും മാമിക്കുട്ടിയും മാമിക്കുട്ടി തണുക്കുന്നുണ്ട് കേട്ടോ, നല്ല കാറ്റാണ്, അതുകൊണ്ടാണ് തണുത്ത് വരച്ചിരിക്കുന്നത്. ജാക്കറ്റ് ഇടാൻ പറ്റത്തില്ല കാരണം ഫോട്ടോ എടുക്കുന്നതുകൊണ്ട്. പല പോസുകളിലൊക്കെ ആയിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ട്. ഭയങ്കര വിൻഡിയാണ്, നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന സാധനം ഇവിടെ വെച്ചിട്ടുണ്ട്, എന്നാലും നല്ല കാറ്റാട്ടോ കണ്ടോ. ഞാൻ മൊത്തം എടുക്കുന്നതൊന്നും കാണിക്കത്തില്ല കേട്ടോ, കാണിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഉള്ളിൽ പോയില്ലേ, അതുകൊണ്ട് മൊത്തം കാണിക്കത്തില്ല. എന്തായാലും പറ്റാവുന്ന രീതിയിലൊക്കെ കാണിച്ചു തരാം കേട്ടോ. അതേ അവരെടുത്തോണ്ടിരിക്കുന്നു. അതെ ഞങ്ങൾ തിരിച്ചു പോകുക. വാമിക്ക് ഭയങ്കര തണുപ്പ് ഫീൽ ചെയ്യുന്നു. അവരിത് മീനും പുള്ളിക്കാരിയും അതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ. ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ ഇനി ഞങ്ങൾക്ക് വേറൊരു സെക്ഷനും കൂടി ഉണ്ട്, സ്റ്റുഡിയോ സെക്ഷനും കൂടി ഉണ്ട്. അപ്പോൾ സ്റ്റുഡിയോ സെക്ഷനിൽ കൂടുതൽ എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളുടെ കാരണം ഇവിടെ ഭയങ്കര കാറ്റായതുകൊണ്ട് ഭയങ്കര അൺകംഫർട്ടബിളാണ് മാമിക്കുട്ടിക്ക്. തണുത്ത് വിറച്ചുകൊണ്ടിരിക്കുക. ജാക്കറ്റ് ഇടാൻ പറ്റില്ലായിരുന്നു, കാരണം ജാക്കറ്റ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോട്ടോ എടുക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ജാക്കറ്റും കൊണ്ടൊന്നുമില്ല, മറന്നും പോയി. ഇത്രയും കാറ്റാണെന്ന് പ്രതീക്ഷിച്ചില്ല. അപ്പം ഞങ്ങൾ നേരെ കാറിൽ പോയിരിക്കാമെന്ന് വിചാരിച്ചു. കാറിലേക്ക് പോകുക, അത് കഴിഞ്ഞിട്ട് മീനു ഇത് വരും. അതെ ഗൈസ്, ഞങ്ങളിതേ വണ്ടി കയറി ഹീറ്ററൊക്കെ ഓണാക്കിയിട്ടാണ് ഇരിക്കുന്നത്. മാമിക്കുട്ടി തണുത്ത് വിറച്ചിട്ടേ ഇത് മാമിക്കുട്ടിയുടെ വേറെ ഡ്രസ്സ് ഇതായിരുന്നേ, പക്ഷെ ഇതൊന്നും ഇടാനൊന്നും പറ്റത്തില്ല. അപ്പോൾ നമ്മൾ സ്റ്റുഡിയോ സെക്ഷനിൽ സ്റ്റുഡിയോയിൽ വേറൊരു സെഷൻ കൂടി ബുക്ക് ചെയ്തു. അപ്പോൾ പുള്ളിക്കാരി അത് ചെയ്തു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇന്നത്തെ ഫോട്ടോഷൂട്ട് അവസാനിപ്പിച്ച് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. ഞങ്ങൾക്ക് വേറൊരു ദിവസത്തെ സ്റ്റുഡിയോ അപ്പോയിൻമെൻറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പം അന്നേരം കാണാം നമുക്ക്. ഞങ്ങൾ അതേ സെയിം കോസ്റ്റ്യൂമൊക്കെ ഇട്ടിരിക്കുമ്പോൾ വാമി മാത്രം വേറെ കോസ്റ്റ്യൂമാണ്, പക്ഷെ ഞാനും മീനും സെയിം കോസ്റ്റ്യൂം. വേറെ ഒന്നല്ല കേട്ടോ, ഇത് വേറെ ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ടാണ് ഇത് ഷൂട്ട് ചെയ്യുന്നത്. കാരണം നിങ്ങൾ കണ്ടതല്ലേ പ്രീവിയസ്ലി, അതായത് നമ്മൾ ഫോട്ടോഷൂട്ടിന് വേണ്ടി ബീച്ച് സൈഡ് പോയി കഴിഞ്ഞപ്പം വിൻഡി അടിച്ചിട്ട് മൊത്തം വിൻഡായിരുന്നു. അവസാനം ഞങ്ങൾക്ക് അവിടെ നിൽക്കാനും പറ്റുന്നില്ല. വാമിക്കുട്ടിയാണെങ്കിൽ വിറച്ച് ആകെ മൊത്തത്തിൽ ഭയങ്കര പ്രശ്നമായിരുന്നു. അപ്പം അതുകൊണ്ട് ഫോട്ടോ എടുപ്പൊന്നും മര്യാദയ്ക്ക് നടന്നില്ല. അപ്പോൾ കുറച്ച് ഫോട്ടോസ് മാത്രമേ കിട്ടിയുള്ളൂ. അത് ഞാൻ എന്തായാലും നിങ്ങളെ പിന്നീട് കാണിച്ചു തരാം. എന്തായാലും ഈ വീഡിയോയിൽ അതായത് ഈ വീഡിയോയിൽ നമുക്ക് അത് ഇടാൻ പറ്റത്തില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോട്ടോ ഞങ്ങൾക്ക് കിട്ടില്ല ആ സമയത്ത്. അതുകൊണ്ടാണ് ഞാൻ ചെറുതായിട്ട് കാണിച്ചു തരുന്നത്. വാമിക്കുട്ടിയുടെ കോസ്റ്റ്യൂം കണ്ട, ഇതാണ് വാമിക്കുട്ടിയുടെ കോസ്റ്റ്യൂം. എൻ്റെയും മീനുവിൻ്റെയും സെയിം കോസ്റ്റ്യൂം തന്നെയാണ്. കാരണം നമ്മൾ അതേപോലെയാണ് സെലക്ട് ചെയ്തിരുന്നത്. അപ്പം ഇന്ന് എന്നിട്ട് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ആ ഫോട്ടോഗ്രാഫറുടെ വീട്ടിലാണ്. അപ്പം ഇന്ന് നമുക്ക് സ്റ്റുഡിയോയിൽ നിന്നിട്ട് ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞു. ഞങ്ങളിത് ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഞങ്ങൾക്ക് 10:30 അപ്പോയിൻമെൻറ്റ് കിട്ടിയാക്കുന്നത്. അപ്പം പുള്ളിക്കാരുടെ വീട്ടിൽ തന്നെയാണ് സ്റ്റുഡിയോ ശരിയാക്കിയാക്കുന്നത്. അപ്പോൾ നമ്മൾ അവിടെ ചെന്നിട്ട് ബാക്കി ഫോട്ടോസൊക്കെ എടുത്ത് ഇന്നത്തെ കാര്യം
കഴിക്കും. അതാണ് ഇന്നത്തെ മെറ്റേണിറ്റി ഷൂട്ടിൻ്റെ അതായത് മെറ്റേണിറ്റി ഷൂട്ടിൻ്റെ ഞങ്ങളുടെ വിശേഷങ്ങൾ. അപ്പം ആദ്യത്തെ ഫോട്ടോ കുളമായി. പക്ഷെ മാമിക്ക് ഉണ്ടായിരുന്ന സമയത്ത് ഞങ്ങൾ ഒരു ഫോറസ്റ്റ് ലൊക്കേഷൻ എടുത്തിരുന്നത്. അന്ന് അധികം കാറ്റൊന്നും ഉണ്ടായിരുന്നില്ല. അല്ലേ മീനു? നല്ലായിരുന്നു. ഇതും നല്ലതാണ്. പക്ഷെ ബീച്ച് സൈഡ് ഞങ്ങൾ എടുത്തത് വെതർ കണ്ടീഷൻ ബാഡായി പോയി. എനിവേ നമുക്ക് അപ്പോൾ അകത്ത് കയറിയാന്ന് ഞാൻ അവളെ വിളിച്ചിട്ട് അകത്ത് കയറിയിട്ട് നമുക്ക് ബാക്കി കാഴ്ചകളൊക്കെ കാണാം. ആണോ? അതേപോലെ തന്നെ ഇവിടെ കുറച്ച് അറേഞ്ച്മെൻറ്റുകളൊക്കെ ചെയ്യുന്ന കേട്ടോ ലൈറ്റൊക്കെ വെച്ചിട്ട്. Doing so good. You have to smile. When you said smile, where did that smile go? There we go. Look, mommy. Look at me. Here I come. I think it's അപ്പോൾ ഗൈസ് ഞങ്ങളുടെ ഫോട്ടോ സെക്ഷനൊക്കെ കഴിഞ്ഞ് ഞങ്ങളിത് ഇറങ്ങി കേട്ടോ. അതേ മീനു ഇതേ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത്. മീനു കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്തോടി. അതെ കോസ്റ്റ്യൂമൊക്കെ ചേഞ്ച് ചെയ്ത് ഞങ്ങൾ ഇറങ്ങി കേട്ടോ. അതെ വാമിക്കുട്ടിയും നൈസ് ഫോട്ടോസൊക്കെയാണ് കിട്ടിയത്. ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, ഒരു ചുമ ഓടിച്ചിട്ടൊരു രീതിയിൽ ഇട്ടിട്ടുണ്ടല്ലോ, അല്ലാതെ നമുക്ക് ഇടാൻ പറ്റത്തില്ല. അപ്പം നമ്മുടെ വീഡിയോ ഇന്നത്തെ നമ്മുടെ മെറ്റേണിറ്റി ഫോട്ടോഷൂട്ടിൻ്റെ ചെറിയൊരു വീഡിയോ ആയിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കൂ. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എല്ലാ പരിപാടിയും ചെയ്തു. ആഫ്രിക്കൻ മല്ലു ക്യാമ്പർ നമ്മൾ കുറച്ച് നാൾ നമ്മുടെ വീഡിയോ ഒന്നും ഇല്ലാതിരിക്കാൻ കാരണമോ അല്ലെങ്കിൽ ഡിലേ ആകാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഒന്ന് നമ്മുടെ വണ്ടി കിട്ടിയിട്ടില്ല, രണ്ട് മീനുതേ ഇങ്ങനത്തെ സിറ്റുവേഷനിൽ ഇരിക്കുമ്പം വീഡിയോ എടുക്കാനായിട്ട് കൂടെ കൂട്ടി പോകാനോ അല്ലെങ്കിൽ എനിക്ക് ഒറ്റയ്ക്ക് പോകാനോ ആയിട്ട് പറ്റത്തില്ല. പിന്നെ വണ്ടിയും ഇല്ല മെയിനായിട്ട്. അതൊക്കെയാണ് കാരണം ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പം ഇനി നമ്മുടെ പുതിയ ആൾ ഒക്ടോബർ 20th നമ്മുടെ ഡേറ്റ്. സി സെക്ഷൻ തന്നെയാണ്. അപ്പം വാമി ഉണ്ടായിരുന്ന സെയിം ഹോസ്പിറ്റലിൽ തന്നെയാണ്. അപ്പം ആ കാഴ്ചകളൊക്കെ ആയിട്ട് നിങ്ങൾക്ക് വഴിയെ കാണാം എന്തായാലും. അപ്പം അങ്ങനെ വിശേഷങ്ങൾ ഗൈസ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. നമ്മുടെ പുതിയ ആളെ വരവേക്കാനുള്ള എക്സൈറ്റഡ് ആയിട്ട് ഞങ്ങളിരിക്കുന്നത്. അപ്പം അങ്ങനെ വിശേഷങ്ങൾ. അതുവരയ്ക്കും ബൈ ബൈ. എല്ലാവർക്കും ബൈ ബൈ പറഞ്ഞ മാമി. ഹായ് മാമിയുടെ ഡ്രസ്സ് നോക്കി. സ്മൈൽ സ്മൈൽ പറ ബൈ. എല്ലാവരോടും സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞേ, ലൈക്ക് ചെയ്യാൻ പറഞ്ഞേ. അത് ഗൈസ്. അപ്പോൾ ശരി, അപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് പോട്ടെ കേട്ടോ. ബൈ ബൈ.